സാന്റിയാഗോ ബെർണബ്യൂവിൽ റയൽ മാഡ്രിഡിനായി അവസാന മത്സരം കളിച്ച് ജർമ്മൻ മധ്യനിര താരം ടോണി ക്രൂസ്. സീസണിലെ അവസാന ലീഗ് മത്സരത്തിൽ റയൽ ബെറ്റിസിനോട് റയൽ മാഡ്രിഡ് ഗോൾ രഹിത സമനില വഴങ്ങി. പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ക്രൂസ് ഈ യൂറോ കപ്പോടെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ സാന്റിയാഗോ ബെർണബ്യൂ വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിൽ 86-ാം മിനിറ്റിൽ കാർലോ ആൻസലോട്ടി ക്രൂസിനെ പിൻവലിക്കുമ്പോൾ സ്റ്റേഡിയത്തിലുള്ളവർ എല്ലാവരും ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് താരത്തിന് യാത്രയയപ്പ് നൽകിയത്. നേരത്തെ മത്സരത്തിന് മുമ്പ് സാധാരണങ്ങൾ മധ്യനിര താരത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു. റയൽ ജേഴ്സിയിൽ ക്രൂസിന് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ജൂൺ 2-ന് വെംബ്ലിയിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെതിരായാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. 2014-ൽ റയലിലെത്തിയ ക്രൂസ് റയലിനായി 464 മത്സരങ്ങളിൽ ബൂട്ട് കെട്ടി. 28 ഗോളുകളും 98 അസിസ്റ്റും റയൽ ജേഴ്സിയിൽ താരം നേടി. റയലിനൊപ്പം 4 ചാമ്പ്യൻസ് ലീഗ് അടക്കം 22 കിരീട നേട്ടങ്ങളിൽ ക്രൂസ് പങ്കാളിയായി. 2014-ൽ ജർമ്മനിയുടെ ലോകകപ്പ് നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച താരം ദേശീയ ടീമിനായി 108 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയിട്ടുണ്ട്. 2021-ൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചെങ്കിലും കഴിഞ്ഞ മാർച്ചിൽ ജർമ്മൻ കോച്ച് ജൂലിയൻ നെഗൽസ്മാന്റെ അഭ്യർത്ഥന മാനിച്ച് തിരിച്ചു വരികയായിരുന്നു. അതേസമയം നേരത്തെ തന്നെ ലാ ലീഗ കിരീടം നേടിയ റയൽ മാഡ്രിഡ് 38 മത്സരങ്ങളിൽ നിന്ന് 95 പോയിന്റുമായാണ് സീസൺ അവസാനിപ്പിച്ചത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.